ഹായ് ഫ്രണ്ട്സ്, കിരണാണ് ഫ്രം ഹിപ്പി ക്യാമ്പ്സ്. അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്നൊക്കെ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാക്സിമം, അതുകൊണ്ട് നിങ്ങൾക്ക് ഓടിയെത്താൻ പറ്റുന്ന പാണിയിലുള്ള ഒരു മനോഹരമായ ഒരു ഹോം സ്റ്റേ, അതും വിത്ത് പ്രൈവറ്റ് പൂളുള്ള ഒരു ലക്ഷറി ഹോം സ്റ്റേ ആണ് ഞങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ പ്രോപ്പർട്ടിയുടെ അകത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വാവ് ഫീലാണ്. ആൻഡ് അഗെയിൻ നമ്മൾ ഭയങ്കര എക്സൈറ്റഡുമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ഗ്രീനറി, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ബിക്കോസ് ഇത് മാർച്ച് മാസമാണ്. കുറേ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്ര ചൂടിൽ നമ്മളിങ്ങനെ ചുട്ടുപഴുത്താൻ നിൽക്കണമെന്നല്ല. പക്ഷേ ഇത് കണ്ട് എൻ്റെ സറൗണ്ടിങ്സ് മൊത്തം നല്ല മനോഹരമായ ഗ്രീനറി, നല്ല തോട്ടം, അതുപോലെ തന്നെ ഈ ഒരു നല്ലൊരു കോൺസെപ്റ്റുള്ള ഒരു അടിപൊളി ഹോം സ്റ്റേ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഞാൻ ഈ ഹോം സ്റ്റേക്ക് ഭയങ്കരമായിട്ടുള്ള പ്രത്യേകതയുണ്ട്. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹോം സ്റ്റേ നിൽക്കുന്ന എവിടെയാണെന്നറിയോ? പെരിയാറിൻ്റെ തീരത്താണ്. ആൻഡ് ഈ പെരിയാറിൻ്റെ തീരത്ത് തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, നോർമലി ഒരുപാട് പ്രോപ്പർട്ടീസ് പെരിയാറിൻ്റെ സൈഡിലുണ്ട്. പക്ഷേ ആ പ്രോപ്പർട്ടികളെല്ലാം സാധാരണ എന്താ സംഭവിക്കുന്നത്, പെരിയാറ് നമ്മൾക്ക് നോക്കി വെറുതെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മുടെ ഈ പറയുന്ന ഹോസ്റ്റ് ആയിട്ടുള്ള ജോസങ്ങൾ തന്നെ നിങ്ങളെ ഈ പെരിയാറിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. അത് കൊണ്ടുപോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് കയാക്ക് വേണമെങ്കിൽ കയാക്കിൽ കൊണ്ടുപോകും. ഇനി അതല്ല, അവർക്കാണെങ്കിൽ ഒരു വഞ്ചിയുണ്ട് വിത്ത് ഒരു സ്പീഡ് ബോട്ട് പോലത്തെ യമഹയൊക്കെയുള്ള. അപ്പോൾ ആ വഞ്ചിയിൽ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഇതാ കാണുന്ന മനോഹരമായ പെരിയാറിലൊക്കെ നിങ്ങളൊന്ന് കുളിക്കണമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പൊളിയല്ലേ? അപ്പോൾ ഇത്രയും മനോഹരമായ വ്യൂ. ആൻഡ് ഒബ്വിയസ്ലി നിങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങളാ കാണുന്ന ഈ പുഴയുടെ അപ്പുറത്ത് കാണുന്ന ഐലൻഡ് എന്ന് പറയുന്ന ഒരു 100 ഏക്കറിൽ കറങ്ങി നിൽക്കുന്ന ഒരു ഐലൻഡാണ്. ആ ഐലൻഡിൽ കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ്. ഈവൻ കഴിഞ്ഞ ദിവസം പോലും എലിഫൻറ്റിൻ്റെ ക്രോസിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞു. അവിടെ നിന്ന് തൊട്ടപ്പുറത്ത് ഐലൻഡിലേക്ക് എലിഫൻറ്റ് ക്രോസിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അത്രയും മനോഹരമായ ഈ നല്ല വീണ്ടും ദിവസം കാണിച്ചു കൊടുത്തത് അതേ ചെറിയ ചെറിയ ഐലൻഡുകളൊക്കെ പോലത്തെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നിങ്ങൾ ഈ പറയുന്ന കയാക്കിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത്. അത് തന്നെ സിംഗിൾ കയാക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഡബിൾ കയാക്ക് ഉണ്ട്. ഇനി ഇത് കൂടാതെ ജോസങ്ങൾ നിങ്ങളെയാണെങ്കിലും ഇവിടെ നിന്ന് ഈ പറയുന്ന ഒരു അഡ്വഞ്ചറസ് ആയിട്ട് വഞ്ചിയിൽ നിങ്ങളെ അവിടെ അങ്ങ് അറ്റത്തൊരു തുരുത്തുണ്ട്. ആ തുരുത്തി കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് നീന്തി കുളിക്കാവുന്ന ഒരു നാച്ചുറൽ പൂൾ. അതായത് നമുക്ക് ഓൾറെഡി ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിലും ആ പൂളല്ലാതെ നാച്ചുറൽ പെരിയാറിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുളിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ ഉണ്ട്. ആൻഡ് ഇനി ഈ പറയുന്ന പ്രോപ്പർട്ടിയുടെ അങ്ങോട്ടൊക്കെ നോക്കിക്കോട്ടെ. വണ്ടിയൊക്കെ ആണെങ്കിലും പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഏരിയ. ആൻഡ് ഇവിടുത്തെ ഗസ്റ്റ് തന്നെയാണ് നിങ്ങളെ ഈ പറയുന്ന ഇവിടുത്തെ ഹോസ്റ്റ് തന്നെയാണ് നിങ്ങളെ ഈ പറയുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഫീലാണ്. ബേസിക്കലി ഒരു ഹോം അവേ ഹോം എന്നുള്ള കോൺസെപ്റ്റ്. ആൻഡ് ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാം വളരെ രസകരമായിട്ട് സ്പെസിഫിക് ആയിട്ടൊക്കെ അവരെല്ലാം ചെയ്തു തരുന്ന സംഭവങ്ങളാണ്. ഇനി നമുക്ക് പ്രോപ്പർട്ടിയുടെ റൂംസും കാര്യങ്ങളൊക്കെ തേടിയുള്ള യാത്ര തുടങ്ങാം. അപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളാണെങ്കിലോ? വാ. അപ്പോൾ പ്രോപ്പർട്ടിയുടെ ഇനി റൂമുകൾ തേടിയുള്ള യാത്ര നമുക്ക് തുടങ്ങാം. ഉള്ളറകളിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. വാ. ഇവിടെയാണെങ്കിൽ നിങ്ങൾ വരുമ്പം ഇവിടെ കാണുന്നത് കണ്ടോ, കുറച്ച് വൈൽഡ് ആനിമൽസിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വൈൽഡ് എവിടെയെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് ചാടി അതിൻ്റെ പുറകെ പോകും. ആൻഡ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടുന്ന് റൂമിൻ്റെ എൻട്രി പോയിന്റ് ഇതാണെങ്കിലും, ബട്ട് അഗെയിൻ ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് ആ ഗ്രീനറി ഒക്കെ വളരെ രസകരമാണ്, ലോണും കാര്യങ്ങളൊക്കെ. ആൻഡ് ഇവിടെ നിന്നാണ് നമുക്ക് ഫസ്റ്റ് റൂം വരുന്നത്. നമുക്കപ്പോൾ ഫസ്റ്റ് റൂമിലേക്ക് എൻട്രി ചെയ്യാം. വെൽക്കം. വാവ്, സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. സൈസ് വൈസ് ആണെങ്കിലും ഇറ്റ്സ് സൂപ്പർ ഡ്യൂപ്പർ സൈസാണ്. കാരണം നോർമലി നമ്മൾ ഈ പറഞ്ഞ 4 സ്റ്റാർ ഹോട്ടലിനേക്കാളും കൂടുതൽ സൈസുള്ള ഒരു ഹെവി സൈസ് ആയിട്ടുള്ള സ്യൂട്ട് റൂം എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുള്ള സൈസുള്ള റൂമാണ്. ആൻഡ് അഗെയിൻ ഇവിടെ ടോയ്ലറ്റ് ആണെങ്കിലും പക്ക പെർഫെക്റ്റ്ലി നീറ്റ് ആൻഡ് ക്ലീൻ. ആക്ച്വലി ഗസ്റ്റ് ചെക്കൗട്ട് ആയിട്ടുള്ളൂ. ആൻഡ് ഇവിടെ ആണെങ്കിലും കബോർഡ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ കബോർഡ്സ് വരുന്നു. ആൻഡ് അഗെയിൻ ഇവിടെ ആണെങ്കിലും ഒരു TV യൂണിറ്റ്. അപ്പോൾ ബേസിക് അമ്യൂണിറ്റീസ് എല്ലാം വരുന്നുണ്ട്. ആൻഡ് AC, അങ്ങനെയുള്ള എല്ലാ അമ്യൂണിറ്റീസും വരുന്നു. ആൻഡ് ഇവിടെ ആണെങ്കിലും സൈഡ് ടേബിൾ വരുന്നുണ്ട്. ആൻഡ് ബെഡിംഗ് ഒക്കെ ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ബെഡിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ചെക്കൗട്ട് ആയതുകൊണ്ട് മാത്രം അവർ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടില്ല, ബട്ട് എന്നിട്ടും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എക്സൈറ്റിംഗ് എലമെൻറ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു ഫുൾ മിററിന് വ്യൂ ആണ്. നിങ്ങളിവിടെ നേരെ പെരിയാർ റിവറും അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കാണാവുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയും കൂടെയാണ് കാണാൻ പറ്റുന്നത്. അത് എങ്ങുമാണ്? നമ്മുടെ എറണാകുളം ജില്ലയിൽ ജസ്റ്റ് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഫ്രം കൊച്ചിൻ. അപ്പോൾ ഇവിടെ ആണെങ്കിലും നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഒരു മനോഹരമായ ബാൽക്കണി ഉണ്ട്. വാ. അപ്പോൾ ഈ ബാൽക്കണിയിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരു സൂപ്പർ വ്യൂ ആണ്. പിന്നെ അതിൽ തന്നെ വേറൊരു വലിയ പ്രത്യേകത ഈ ബാൽക്കണിയിലുണ്ട്. നല്ല അടിപൊളി ചാരുകസേര കണ്ടോ. അപ്പോൾ ഈ ചാരുകസേരയിൽ നിന്നിട്ട് വൈകുന്നേരം ആണെങ്കിലും അല്ലെങ്കിൽ രാവിലെ ആണെങ്കിലും ഇതുപോലെ തന്നെ ആ പുഴയൊക്കെ കണ്ട് അതുപോലെ തന്നെ ആ ഫോറസ്റ്റൊക്കെ കണ്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനൊന്നും നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സമയം കിട്ടത്തില്ല. കാരണം വെച്ചാൽ ആക്ടിവിറ്റീസ് ഇവിടെ അത്രയധികം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കയാക്കിങ്, അതുപോലെ തന്നെ ഈവൻ റിവറിൽ നമുക്ക് പോകാം, അവിടെ നമുക്ക് കുളിക്കാനുള്ള പരിപാടി കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ മിക്കവാറും സമയം കിട്ടില്ല. നമ്മൾ മിക്കവാറും ഈ പറയുന്ന പോലെ അങ്ങോട്ടായിരിക്കും. ആൻഡ് അഗെയിൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് കണ്ടോ,
ഒരു ഇലക്ട്രിക് ഫെൻസിങ് പോകുന്നുണ്ട്. ആനയുടെ ശല്യമൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ടാണ് അവർ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ക്ലോസ് ടു ഫോറസ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പം ഇങ്ങനത്തെ ഇവർക്ക് മൊത്തം വരുന്നത് 4 റൂംസാണ് വരുന്നത്. 4 റൂമിൽ തന്നെ ഒരു റൂം കമ്പാരിറ്റീവ്ലി ചെറുതാണ്, ബാക്കി എല്ലാ റൂമും സ്പേഷ്യസ് ആണ്, ഓൾമോസ്റ്റ് ഈ സൈസ് തന്നെ വരുന്നത്. അതിനകത്ത് തന്നെ ഇൻ ബിറ്റ്വീൻ ഈ റൂമിൻ്റെ തന്നെ സെയിം ടൈപ്പിൽ തന്നെ വേറെ റൂം കൂടെ വരുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഇടയിൽ നടുക്ക് ഒരു റൂം വരുന്നുണ്ട്. ആ റൂം ഞാൻ കാണിച്ചത് കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ വരുന്ന ഗ്രൂപ്പിനകത്ത് തന്നെ ഇപ്പോൾ ഒരു 4-5 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റൂമാണ് നടുക്കത്തെ റൂം വരുന്നത്, റൂം നമ്പർ 2. ആൻഡ് ഓൺ ദ വേ ടു റൂംസിൻ്റെയൊക്കെ വരാന്തയും അതുപോലെ തന്നെ ഇവിടെ ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്ന എല്ലാം സൂപ്പറാണ്. ആൻഡ് അഗെയിൻ ഇങ്ങോട്ടാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഗാർഡൻ തന്നെ. ആ ഗാർഡൻ ആണെങ്കിൽ നല്ലൊരു എക്സൈറ്റഡ് ഗാർഡനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വെൽക്കം. അപ്പോൾ ഇനി നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ പിള്ളേർ സെറ്റ്, അതുപോലെ തന്നെ കുറച്ചധികം പിള്ളേരും അങ്ങനെയുള്ള സെറ്റുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിള്ളേരെല്ലാം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. കാരണം വെച്ചാൽ ഇവിടെയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബെഡ് പ്ലേസ് ചെയ്യാം, ഇവിടെയാണെങ്കിലും ഇടാൻ പറ്റും, ഇവിടെയാണെങ്കിൽ വീണ്ടും ബെഡ്സിൻ്റെ കാരണം വെച്ചാൽ 1-2 ബെഡല്ല, ഒരു 3-4 ബെഡും എക്സ്ട്രാ ബെഡൊക്കെ നമുക്ക് ഇട്ട് പിള്ളേർ സെറ്റുകളൊക്കെ മൊത്തം നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നിന്നാണെങ്കിലും വ്യൂവിൻ്റെ കാര്യത്തിനകത്ത് ഒരു രക്ഷയില്ല, എല്ലായിടത്തും അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്കിനി അപ്പുറത്ത് അടുത്ത റൂമുണ്ട്. ബെഡിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഗസ്റ്റ് ചെക്കൗട്ട് ആയതുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ ഇതെല്ലാം വെൽ പ്ലേസ്ഡ് ആയിരിക്കും. ഈവൻ ദ ഇൻറ്റീരിയർ ഓരോ ഡിസൈൻസിന് വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇറ്റ്സ് എ ലക്ഷറി ഫീൽ. അപ്പോൾ ഇനി നമുക്ക് 3rd റൂമിലേക്ക് കയറാം. 3rd റൂം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് റൂം പോലെ തന്നെയാണ്, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ഗസ്റ്റ് ചെക്കൗട്ട് ആയിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ അല്ല. പക്ഷേ നിങ്ങൾക്ക് ഓടിച്ച് വേറെ സാധനം കാണിച്ചു തരാം, കാണിക്കാണ്ട് പറ്റത്തില്ല. വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അവിടെ. അതുപോലെ തന്നെ നല്ല അടിപൊളി ബാൽക്കണി, അവിടെയാണെങ്കിൽ നല്ല ചാരസേരയൊക്കെ ഉണ്ട്, സൂപ്പറായിട്ട് അവിടേക്ക് ഇരിക്കാം. ആൻഡ് അപ്പോൾ 3rd റൂം കഴിഞ്ഞാൽ ഇനിയുള്ളത് 4th റൂമാണ്. 4th റൂം നമുക്ക് കുറച്ചുകൂടി അപ്പുറത്തേക്ക് ഡിവൈഡ് ചെയ്ത ഒരു തൊട്ടപ്പുറത്ത്. ഇതുപോലെ തന്നെ ബാക്കി നിങ്ങൾ ഈ ഇൻറ്റീരിയറിൻ്റെ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ പോരാ, വെറും ക്ലാസ് അല്ല, സൂപ്പർ ക്ലാസ് ആണ്. ഞാൻ ഇവിടെയാണെങ്കിൽ ഇതുപോലെ ഒരു ചാരിക്കാനൊരു ചാരസേരയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി 4th റൂമിലേക്ക് നമുക്ക് പോവാം. ഇവിടെ നിൽക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഗ്രീനറിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതാണ്. കാരണം ഈ ഗാർഡൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതും അടിപൊളിയാണ്. ആൻഡ് ദിസ് ഇസ് ദ 4th റൂം. അപ്പോൾ 4th റൂം വരുമ്പം ഇത് കമ്പാരിറ്റീവ്ലി അത്ര സൈസ് വൈസ് നേരത്തെ ബാക്കിയുള്ള റൂം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര സൈസ് വരുന്നില്ല. ബട്ട് പെർഫെക്റ്റ്ലി നീറ്റ് ആൻഡ് ക്ലീൻ. ആൻഡ് ഇതും അറ്റാച്ച്ഡ് തന്നെയാണ് വരുന്നത്. അപ്പം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു ഹോം അവേ ഹോം, പെർഫെക്റ്റ്ലി ഹോം അവേ ഹോം. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റിങ് കാരണം വെച്ചാൽ പിള്ളേർക്കാണെങ്കിലും ബാക്കിയുള്ള എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതെന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും. ഏതാണ് ഡൈനിങ് ഏരിയ ആണോ? അല്ല, എന്തായിരിക്കും? പൂൾ, സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ ഇനി നമുക്ക് പൂളിൻ്റെ ഏരിയയിലേക്ക് നമുക്ക് പോകാം. നമ്മളപ്പം ഡൈനിങ് ഏരിയയിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് സ്റ്റേയിൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് സ്റ്റേ വരുന്നത്. അതുകൂടാണ്ട് നമുക്കിപ്പം ആസ് പെർ ദ ഓർഡർ നമുക്ക് പ്രീ ഓർഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡിന്നറും അതുപോലത്തെ സംഭവങ്ങളെല്ലാം ഇവർ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. ആൻഡ് അഗെയിൻ ഹോം മെയ്ഡ് ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ വറി പോലും ചെയ്യേണ്ട. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റിംഗ് എലമെൻ്റ് ആയിട്ടുള്ള പൂളിലേക്ക് നമ്മളെത്തി. നല്ല അടിപൊളി പൂളാണ്. ആൻഡ് അഗെയിൻ നല്ല ലെങ്തി പൂളുമാണ് കേട്ടോ. അപ്പം ഇനി പൂള് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂളിലും കിടക്കാം. ഞാനത് സ്പെസിഫിക്കലി ഇതിനകത്ത് പൂളിൽ താല്പര്യം ഉണ്ടെങ്കിൽ പൂളിൽ കിടക്കാമെന്ന് പറഞ്ഞാൽ വേറെ കൊണ്ടല്ല, നിങ്ങളുടെ തൊട്ടപ്പുറത്ത് മനോഹരമായൊരു പെരിയാർ അപ്പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ പെരിയാർ നിങ്ങൾ നോക്കി കിടക്കുമ്പോൾ പൂളിൽ കിടക്കണമെന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഇനി പൂളിലാണ് കിടക്കാൻ താല്പര്യമെങ്കിൽ വിശാലമായൊരു പൂളാണ്. അപ്പോൾ ഈ പൂള് നിങ്ങൾ എൻജോയ് ചെയ്യുക. ആൻഡ് ദ പ്രിമൈസ് മൊത്തം എൻജോയ് ചെയ്യുക. ഇനി ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നേരെ അപ്പുറത്ത് പെരിയാറിലേക്കും പോവുക. പെരിയാർ നിങ്ങൾ മാടി വിളിക്കുന്നു. ഞങ്ങളെന്തായാലും പെരിയാറിലൊന്ന് പോയി ഒരു കയാക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി നമുക്ക് പെരിയാറിൽ കയാക്കിങ്ങിന് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ പ്രോപ്പർട്ടിയിലെ മനോഹരമായ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടോ? ഞാനപ്പോൾ ഇവിടെ ബാക്കിൽ ഐലൻഡിലൊക്കെ പോയിട്ട് വരുവാണ്. പെരിയാറിൻ്റെ പെരിയാറിൽ കൂടെ ഞാനിങ്ങനെ വള്ളമൊക്കെ തുഴഞ്ഞു വരുവാണ്. അപ്പോൾ ഇത്രയും മനോഹരമായ എക്സൈറ്റിംഗ് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഈ പെരിയാറിൽ കുളിച്ച് അടിച്ച് പൊളിച്ച് താമസിക്കാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഹിപ്പി ക്യാമ്പ്സിനെ വിളിച്ചോ, ഞങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നേക്കാം.